നിരമിത്രൻ എവിടെ തൊട്ടാലും പൊടിയുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. ടീച്ചർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ശിഖണ്ഡി എന്ന വാക്ക് ആ നോവൽ ഒരിടത്ത് പോലും ഉപയോഗിക്കാതെ ഏറ്റവും മനോഹരമായ ഒരു പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിരമിത്രൻ രാജാധികാരം ഏൽക്കുമ്പോൾ പറയുന്നൊരു കാര്യം, എല്ലാവരും തിരിച്ചു തള്ളുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവമതിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കാൻ ഇടപെടണമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിരമിത്രൻ മാത്രമല്ല, ഈ നോവലിലെ പല കഥാപാത്രങ്ങളും മഹാറാണി അടക്കം വലിയ അപമാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഈ മനുഷ്യർ കടന്നു പോകുന്ന അപമാനം, അത് ഭയം കൊണ്ടുള്ള അപമാനമാകാം, അനിശ്ചിതാവസ്ഥ കൊണ്ടുള്ള അപമാനമാകാം, ശരീരപ്രതിയുള്ള അപമാനമാകാം. ഈ അപമാനങ്ങളെ അന്വേഷിക്കാൻ ബോധപൂർവം ശ്രമിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീയായിട്ട് ജീവിക്കുന്നുണ്ട്, പിന്നെ അപമാനം പുറത്തന്വേഷിക്കണോ? നമ്മളത് ഇവിടെ വെറുതെ നടന്നാ പോരെ. അതായത് ആരൊക്കെ പറയുന്നിട്ടുണ്ട് അപമാനം എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള നിധിയാണെന്ന്. അതൊന്നുമല്ല. അപമാനം എന്ന് പറഞ്ഞാൽ അപമാനം തന്നെയാണ്. അത് പല ഘട്ടങ്ങളിൽ, ഇത് സ്ത്രീകളാകുമ്പം ഈ സൗമ്യാധികാരത്തിന്റെ മുറിവ് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകള്. ഗ്രേറ്റ് ഇന്ത്യൻ കിത്ത് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാൻ വരായിരുന്നു. അതായത് അതിനകത്ത് പിന്നെ മോളെ ഇനി മുതൽ കുക്കറിൽ ചോറ് വെക്കണ്ടെന്ന് പറയുന്നുണ്ട്. മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അത് മനസ്സിലാവുമല്ലോ, ഇങ്ങനെയാണ് സൗമ്യാധികാരം പ്രവർത്തിക്കുക. പറയുമ്പോൾ കുക്കറിൽ ചോറ് വെച്ചാൽ നിന്നെ അടിച്ചു കൊന്നാളെയൊന്നുമല്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ മോളെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് മയക്കി തടവി കൊണ്ടടക്കുന്നതിലെ വയലൻസും അത് എത്തിച്ചേരുന്ന അപമാനത്തിന്റെ തുരുത്തും വൃത്തിയായിട്ട് അറിയുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപമാനം എന്തോ തന്നെ ഇട്ടുകൊണ്ട ഇങ്ങോട്ട് വന്നോളും, നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാൽ മതി. അത് സാഹിത്യത്തിലാണ് അങ്ങനെ തന്നെയാണ്. വളരെ ഗംഭീരമായ ചോദ്യം എന്നോട് ചോദിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് നോവൽ എഴുതിയ വകയിൽ ഞാൻ ഏറ്റുവാങ്ങാത്ത അപമാനങ്ങളില്ല. അതന്നെയാണ് ഉദാഹരണം. അതേപോലെ ഇന്ത്യൻ മണവാട്ടിമാർക്ക് ഒരു കൈപ്പുസ്തകം എന്ന് പറയുന്ന പുസ്തകം ഗൃഹലക്ഷ്മിയിൽ എഴുതുന്ന സമയത്ത് എന്തായിരുന്നു, അതായത് നമ്മുടെ കുടുംബ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ബഹളാണ്. അതൊന്നുമില്ല. ഈ നിശബ്ദത എന്ന് പറയുന്നത് ചില സമയത്തെങ്കിലും ഒരു ക്രൈമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നറിയോ, നിശബ്ദത എന്ന് പറയുന്നത് ഒരു ഗുണമാണെന്ന് ചിലപ്പോൾ പറയും. അങ്ങനെയും പറയും, സൈലൻസ് ഈസ് ഗോൾഡ്. ഓക്കെ ആയിക്കോട്ടെ, അത് പണയം വെക്കാം. പക്ഷേ ഈ ചില സമയത്ത് നിശബ്ദത വലിയ വലിയ കുറ്റകൃത്യമാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് നിശബ്ദതകളിലൂടെയാണ് നമ്മുടെ എല്ലാ അതിക്രമങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ വലിയ കയ്യേറ്റങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ചില നിശബ്ദതകളിലൂടെയാണ്. വലിയ ചിലതൊക്കെ പൊളിഞ്ഞു വീണിട്ടുള്ളതും ചില നിശബ്ദതകളിലൂടെയാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില നിശബ്ദതകളും കൂടി ചേർന്നിട്ടുള്ളതാണ് മനുഷ്യരുടെ അനുഭവ ലോകം. സ്ത്രീ മാത്രമല്ല, ചിലപ്പോൾ പുരുഷനും, പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങളുടെ എല്ലാം കാര്യത്തിൽ അങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊരു അധ്യാപികയായിരുന്നുകൊണ്ട് കുടുംബത്തിനെതിരായി സംസാരിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള കത്തുകളും മെയിലുകളൊക്കെ. ഒരു മെയിൽ തീർന്ന് അടുത്ത മെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ തരത്തില് മനുഷ്യര് നമ്മളെന്തെങ്കിലും പറയുന്നതിനെ ഭയപ്പെടുന്നുണ്ട്. ഈ കുടുംബത്തിനകത്തുണ്ടാവുന്ന വയലൻസുകളെ കുറിച്ച് പറയുമ്പോൾ അതത്ര നല്ല കാര്യമല്ല. മിണ്ടാതിരിക്കുന്ന സ്ത്രീയാണ് മാന്യ, യോഗ്യ എന്നൊക്കെയുള്ളൊരു സംഗതിയൊക്കെ വരും. അവള് തുറന്നു പറഞ്ഞു, അവള് ബഹളം വെച്ച് കടന്നു, അത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അത് എഴുത്തിലായാലും പ്രശ്നമാണ്. അപ്പം അത്തരത്തിലുള്ള അപമാനങ്ങൾ നമ്മളെ അന്വേഷിച്ച് വന്നോളും. നമ്മൾ ഇവിടുന്ന് അറ്റൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ടീച്ചർ ആദ്യത്തെ പുസ്തകത്തിലാണെങ്കിലും രണ്ടാമത്തെ പുസ്തകത്തിലാണെങ്കിലും അധികാരത്തെ പല സങ്കല്പനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ജെൻഡറുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം. ഇപ്പം അധികാരത്തിന് ഫിറ്റ് ആകാത്ത, അതിന് മോൾഡ് ചെയ്യപ്പെടാത്ത ഒരാൾക്ക് അധികാരം എങ്ങനെയാണ് അയാളെ ഭയപ്പെടുത്തുന്നത്, അയാളെ തിരസ്കരിക്കുന്നത്, അയാൾക്ക് തന്നെ ഒരു അപരത്വം തോന്നുന്നത്, അയാൾ രാജ്യം ഉപേക്ഷിക്കേണ്ടി വരുന്നത്, രാജ്യത്തെ പൗരന്മാരെ തന്നെ രാജ്യം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നത് ഒക്കെ അധികാരത്തെ പറ്റിയിട്ടുള്ള സൂക്ഷ്മമായ പല നിരീക്ഷണങ്ങളും ഈ രണ്ട് പുസ്തകത്തിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അധികാരം എന്ന സങ്കല്പത്തെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വർത്തമാന ഇന്ത്യയിൽ മേഡം എങ്ങനെയാണ്, ടീച്ചർ എങ്ങനെയാണ് നോക്കുന്നത്? അത് നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ എവിടെയോ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു അസമയത്ത് ഒന്ന് ഇറങ്ങുകയാണ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ പട്ടി പോകുന്നുണ്ട്, പോലീസിൻ്റെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അതിനെ ആൾക്കാർ ബഹുമാനിച്ച് ഇങ്ങനെ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റാണ്. അപ്പം രണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് അതിനെ അകമ്പടി സേവിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് ദൂരം നോക്കുമ്പോൾ അവിടെ മറ്റ് സാധാരണ നാടൻ പട്ടികളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള, അവർ കടന്നിട്ടുണ്ട് ഒരു 2-3 ആള്. അപ്പം അവർ പതുക്കെ തലപൊക്കി ഇങ്ങനെ നോക്കി. അപ്പൊ ഇയാളിങ്ങനെ എന്താ വലിയ ഉദ്ധതനായിട്ട് ഇങ്ങനെ പോവാണ്. അടുത്തെത്തിയത് ഒരൊറ്റ കൊരയാ. അതായത് ഇത് വരണ്ട്, അതായത് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റാങ്കുള്ള പട്ടി വരണ്ട്,
മറ്റൊരു ജീവൻ പണയം വെച്ചിട്ട് ഇതിനെ ആക്രമിക്കാൻ പോവാണ്. അപ്പൊ 2 ഉദ്യോഗസ്ഥരും കൂടി ആ 2 പട്ടികളെ അടിച്ചു തുരത്തി ഇതിനെ വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് പോയി. അപ്പൊ ഇവര് 3 പേരും എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ മുരളുകയാണ് അവരുടെ ആ ഒരു ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് കല്യാണി എഴുതുന്ന സമയത്ത് ഇത് കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ഒരു രംഗം കല്യാണിയിലുണ്ട്. നമ്മൾ കല്യാണി 5-6 കൊല്ലം മുമ്പ് എഴുതിയിട്ട് ഇപ്പോഴാണ് ആ സീൻ കാണുന്നത്. അത് പിന്നെ ഒരു പെൺപട്ടിയാണ്, കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ആയ പെൺപട്ടിയാണ്. അപ്പം ഓൾക്ക് നമ്മുടെ വാലിൻ്റെ ഇടയിലുള്ള പോലത്തെ അടയാളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കുന്ന ആൺപട്ടികളെയാണ് അതിനകത്ത് ചിത്രീകരിച്ചത്. അതൊരു അധികാരത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇന്നലെ മിഞ്ഞാന്ന് കണ്ട ആ രംഗം എന്ന് പറയുന്നത് ഇതാണ് ഈ എന്താണ് അടിച്ചമർത്തലിനെതിരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ പ്രതിഷേധം എന്നൊക്കെ ഞാൻ കരുതി കണ്ടിട്ട് ആ രംഗം കണ്ടിട്ട്. അപ്പം അധികാരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അതായത് ഏത് രംഗത്താണോ അത് ഇല്ലാത്തത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സമ്പൂർണ്ണമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാലോ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു സ്വകാര്യതയും നമ്മുടെ സ്വകാര്യമല്ല, സമ്പൂർണ്ണമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നാളെ നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ തെളിവുമായി ചെന്നാൽ പോലും ഒരു വ്യക്തി അത് അംഗീകരിക്കപ്പെടണമെന്നില്ല. നിഷ്കാസനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, രാജ്യത്ത് നിന്ന് പോവേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ വേദനയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗം മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒരാളായിട്ടാണ് അതിനകത്ത് നിരമിത്രൻ ഉണ്ടാവുന്നത്. അയാൾക്ക് വരാൻ പറ്റുന്നില്ല. അയാളുടെ ദേശം അയാളുടേതല്ലാതാകുന്നു. അത് അയാളുടെ കുറ്റം കൊണ്ടുമല്ല, അയാൾ ജനിച്ചു വളർന്ന സ്ഥലം അയാളുടേത് അല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു ആശ്രയമെങ്കിലും ഉണ്ട്. പക്ഷെ അതില്ലാത്ത മനുഷ്യർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഉപഗ്രഹ ചിത്രം എടുത്തു നോക്കിയാൽ പോലും തെറിച്ചു കിടക്കുന്ന രക്തം കാണാവുന്ന ഒരു ലോകമാണ് നമ്മുടേത്. അതായത് നിറയെ അഭയാർത്ഥികളും നിറയെ പലായനങ്ങളും അതിക്രമങ്ങളും, ചെറിയ കുഞ്ഞുങ്ങളടക്കം എവിടെ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഉണ്ടായാലും ചോര വീഴുന്നത് നിരപരാധികളുടേതാണ്. അപ്പൊ അത്തരത്തിലൊരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഓരോ വാക്കും ഏത് അധികാരത്തിന്റെയും എതിരെയുള്ള കലാപമാകും എന്നാണ്. അതുകൊണ്ടാണ് കല്യാണിയിലെയും മാഷ് ഇവളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുണ്ടല്ലോ, ദാക്ഷായണിയുടെ. ദാക്ഷായണി ഞാൻ പറയുന്ന കേൾക്കെന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അവള് പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിങ്ങളുടെ സ്കൂളല്ല, ഇതെന്റെ വീടാണെന്നാണ്. അതായത് നിങ്ങളുടെ സ്കൂളിന്റെ അധികാരം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, പഠിപ്പിക്കേണ്ട അധികാരം അങ്ങ് ബാക്കി വെച്ചാൽ ഇത് എൻ്റെ വീടാണെന്നാണ് അവള് പറഞ്ഞത്. ഇത് ഞാൻ ജീവിക്കുന്ന വീടാണ്, ഇവിടെ നിങ്ങളുടെ അധികാരം എടുക്കണ്ട. അപ്പൊ അത്തരത്തിൽ ഏറ്റവും ചെറിയ തരത്തിലടക്കം ഏറ്റവും വലിയ, അതായത് കുടുംബത്തിനകത്ത് അടുക്കള മുതൽ ഈ അധികാരത്തോടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് അങ്ങേ അറ്റം രാജ്യത്ത് വരെ രാഷ്ട്രീയ അധികാരത്തോടുള്ള പ്രതിഷേധമായിട്ട് തന്നെ ഉയർത്തുന്ന കഥാപാത്രങ്ങളെയാണ് ഈ രണ്ടിനകത്തും. അത് വളരെ മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തന്നെ വായിച്ചു നോക്കുമ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന്, അത് നമ്മൾ ഈ കഥാപാത്രത്തെ വെച്ചിട്ട് നമുക്ക് ആ അധികാരത്തോട് പ്രതിഷേധിക്കാം, അങ്ങനെയല്ല. ഇത് എഴുതി വരുമ്പോഴേക്ക് മൊത്തത്തിൽ അത് അത്തരത്തിലുള്ള ഒരു കലാപമായി മാറുന്നുണ്ട്. അത് എഴുത്തിനുള്ള എന്തോ ഒരു മന്ത്രമോ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ സാഹിത്യ കൃതികളും അങ്ങനെ തന്നെയാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അത് കലാപങ്ങളാണ്. ഇപ്പൊ 2-ാം ഊഴത്തിനകത്ത് പോലും അതുണ്ട്. അപ്പൊ ഭീമൻ തന്നെയും ഒരു വ്യവസ്ഥിതിക്ക് ഇരയാവുന്ന ആളാണ്. അത്തരത്തിൽ ഒരു പഴയ ടെക്സ്റ്റിനെ അടക്കം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ കാണാൻ പറ്റും. നിലനിൽക്കുന്ന അധികാരത്തിന് വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാളിദാസന് ശാകുന്തളത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത്. ശാകുന്തളം അത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ദുർവാസാവിന്റെ ശാപം കാരണമാണ് ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്നത്, അല്ലാതെ ഒരു കാട്ടുപെണ്ണിനെ രാജാവ് പറ്റിച്ചല്ല. മനസ്സിലായല്ലോ? അപ്പം ആ തരത്തിൽ കാളിദാസൻ അന്ന് ഉള്ള കാലത്ത് അദ്ദേഹം ആ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെട്ടതുപോലെ ഏത് കാലത്തും ആ എഴുത്ത് അത്തരത്തിൽ കീഴ്പ്പെട്ട് വരാം. പക്ഷെ അതിനകത്ത് തന്നെ അത് ചില നൂല് പുറത്തേക്ക് ഇടും. അതായത് എപ്പോഴെങ്കിലും ആരെങ്കിലും വായിക്കുമ്പം ഈ നൂലിൽ പിടിച്ചത് വലിച്ചോ, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കാണാം. അതാണ് അങ്ങനെ ഒന്നുണ്ടെങ്കിലാണ് ഒരു എഴുത്ത് കാലത്തെ മറികടക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കാലത്തെ മറികടന്ന എഴുത്തുകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണാം. അത് സ്വയം വിമർശനവും അതുണ്ടായ കാലത്തിന്റെയും ദേശത്തിന്റെയും കൂടി വിമർശനവും ആകുന്ന രംഗം കാണാൻ പറ്റും. അപ്പോഴാണ് ഒരു സാഹിത്യകൃതി ഉദാത്തമാകുന്നതും അല്ലാതിരിക്കുന്നതും. അതൊരു പക്ഷേ എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്താൾ ഇല്ലാണ്ടായിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് കണ്ടെത്തുക. ഒരുപക്ഷെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞൊന്നു പോലും വരില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ പുതിയ വായനയിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. സരസ്വതി വിജയം നമ്മളങ്ങനെ വായിച്ചെടുത്തിട്ടുള്ള ഇല്ലാണ്ടായി പോയ നോവൽ നമ്മൾ തിരിച്ചെടുത്ത് വായിച്ച് കണ്ടെത്തിയെന്ന കാര്യമാണ്. അതുകൊണ്ട് പഴയ പുസ്തകങ്ങളൊന്നും നമ്മൾ തള്ളുകയല്ല, ആ പുസ്തകങ്ങളടക്കം വ്യവസ്ഥിതിക്കെതിരെ എന്തൊക്കെയോ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാമചരിതത്തില് രാമൻ സീതയോട് പറയുന്നൊരു സാധനം ഉണ്ട്, അതായത് എനിക്ക് നിന്നോട് യാതൊരു താല്പര്യവും ഇല്ല, രാമചരിതകാരനാണെന്ന് ആലോചിക്കണം.
നിനക്ക് ആരോടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അയാളുടെ കൂടെ പോവാം. ബാലകന്മാരോടാണ് താല്പര്യമെങ്കിൽ ബാലകന്മാരുടെ കൂടെ പോയിക്കോളാം. അത് സ്വന്തം അനിയന്മാരുടെ കൂടെ പോകുന്ന കാര്യമാണ് പറയുന്നത്. സീതയോട് അത്തരത്തിൽ സംസാരിക്കുന്ന രാമനെ രാമചരിതകാരൻ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ എഴുത്തച്ഛനിലേക്ക് വരുമ്പം അങ്ങനെ ഒരു ഡയലോഗ് എഴുത്തച്ഛന്റെ രാമൻ പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഓരോ കാലത്തിനനുസരിച്ചും ഭാവുകത്വത്തിനനുസരിച്ച് എഴുത്തുകാർ എഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആ തരത്തിൽ എപ്പോഴും അധികാരം എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ തലയുടെ മുകളിലുണ്ട്, അല്ലെങ്കിൽ എഴുത്താളിന്റെ തലയുടെ മുകളിലുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ ഓരോ വരി പോലും എഴുതുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഷയിൽ പരിമിതമായതിൻ്റെ വായന വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ വായനക്കാരൻ നടുങ്ങുകയും ഒരുപക്ഷെ ഏറ്റവും എന്താണ് തളർന്നു പോവുകയും ചെയ്യുന്നൊരു രംഗം ആത്രയത്തിലുള്ളത് മഹാറാണിയോട് പരിമിത്രൻ്റെ അച്ഛൻ പ്രവർത്തിക്കുന്ന രംഗമാണത്. ഏറ്റവും ഭീകരമായ രീതിയിൽ തന്നെയാണത് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ ആലോചിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എഴുതുമ്പോൾ ഉണ്ടായ മാനസികാനുഭവം എന്താണെന്നതും അത് അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സദാചാര ബോധമുള്ള ഒരു സ്യൂഡോ ബോധമൊക്കെ ഉള്ള മലയാളികൾ വായിച്ച് അത് ഗൗരവമുള്ള വായനക്കാർക്ക് പുറത്ത് അത് വിമർശിക്കാനൊരു അവസരം എടുത്ത ആളുകൾ ഉറപ്പായിട്ടുണ്ടായിരിക്കാം. വായനക്കാർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും എഴുത്തുകാരി എന്ന നിലയിൽ അത് ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടായ സംഘർഷവും മാനസികാനുഭവം എന്തായിരുന്നു എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയായാലും ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു ലൈംഗിക പ്രവൃത്തിയല്ല എന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു ഇരയ്ക്ക് നേരെ, നിസ്സഹായായിട്ടുള്ളൊരു ഇരയ്ക്ക് നേരെ എടുക്കുന്ന ഒരു ആയുധമാണ്. ഏറ്റവും മനുഷ്യരാശിക്കെതിരായിട്ടുള്ള അതിക്രമം തന്നെയാണ്. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ, രണ്ട് പ്രവിശ്യകൾ തമ്മിൽ സംഘർഷത്തിലാകുന്ന സമയത്ത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ചരിത്രങ്ങൾ അതിന് തെളിവ് തരും. അപ്പം അതെപ്പോഴും അധികാരത്തിനെതിരായിട്ട് അത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകളും നഗ്നരായിട്ട് പ്രതിഷേധിച്ചിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് ഉണ്ട്. അവരുടെ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രതിഷേധോപാധിയാക്കിക്കൊണ്ട്. അപ്പം അതേ സ്ത്രീക്കെതിരായിട്ടുള്ള, അതായത് ഈ കാലത്ത്, ഈ ലോകത്ത്, ഈ രാജ്യത്ത് ജീവിക്കാൻ യോഗ്യനല്ലാത്തൊരു പ്രജയെ പ്രസവിച്ച സ്ത്രീക്ക് കൊടുക്കുന്ന ശിക്ഷയും കൂടിയാണത്. ആ ഒരു ദ്രുപദൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി. പിന്നെ ഇതിനകത്തുള്ള വയലൻസ് എന്ന് പറയാൻ കാമസൂത്രം ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള രതിനിലകളെ കുറിച്ച് ഒക്കെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇരയെ പരമാവധി, ഇരാന്ന് ഉപയോഗിക്കുന്ന ലൈംഗിക പങ്കാളിയാണ്, അയാളെ അല്ലെങ്കിൽ അവളെ പരമാവധി ഉപദ്രവിക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണും. അപ്പം അതിലൊന്നിൽ പറയുന്നത് പിന്നെ കണ്ണ് പുറത്തേക്ക് തള്ളിച്ച് കളയാന്ന്, അതായത് കണ്ണിനകത്ത് വിരലിട്ടിട്ട് കൃഷ്ണമണികൾ പുറത്തേക്ക് തള്ളിച്ച് കളയാന്നാണ്. കാമസൂത്രം കാണാം. അങ്ങനെ രാജാവ് ഒരു ഗണികയുമായിട്ട് ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് അതായത് ഒരു ക്രിയയാണത്. അത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണമണികൾ പുറത്തേക്ക് തള്ളിക്കളയുന്നു. ഇത് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള രീതികളെ ശരിക്കും നമ്മുടെ ഒരു ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥം എന്ന് തന്നെ വിളിക്കാവുന്ന കാമസൂത്രത്തിനകത്ത് വളരെ ഒതന്റിക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ഇന്ത്യയിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് കാലം ഒരു നഴ്സായിരുന്നു ആ ഒരു സ്ത്രീ. ആക്രമിക്കപ്പെട്ടിട്ട് ഒരുപാട് കാലം കിടന്നിട്ട്, ഞാൻ പേര് മറന്നുപോയി, ഒരുപാട് കാലം കിടന്നിട്ട് അവർ മരിച്ചു. അപ്പോൾ അവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം അവരെ കണ്ടെടുത്തപ്പം അവരുടെ കണ്ണുകൾ ആ അവസ്ഥയിലായിരുന്നു. എന്നാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള. അപ്പം അത്തരത്തിലുള്ള സംഗതികൾ സ്ത്രീകളുടെ നേരെ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഫിക്ഷനിലേക്ക് വരുമ്പം ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയലൻസ് സിനിമയിലും ഒക്കെ ഉണ്ട്. ഈ ഒരു രംഗം കണ്ടിട്ടുള്ള ആൾക്കാർ, അതായത് പലപ്പോഴും ബലാത്സംഗ കേസുകളിലൊക്കെ അത് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, മൃതശരീരങ്ങളുടെ പരിശോധന നടത്തുന്നവരൊക്കെ എത്ര ക്രൂരമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം തരും. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഫിക്ഷനിലേക്ക് വരുമ്പം അതിനെക്കുറിച്ച് ആവലാതിപ്പെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം വളരെ പ്രശ്നമായിരുന്നു. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ബലാത്സംഗം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു എഴുത്തിന് വേണ്ടി പോലും അത് കാൽപ്പനികമായി വിഭാവനം ചെയ്യാൻ പറ്റില്ല. അത് ക്രൂരതയാണ്, അത് ഭയങ്കര ഹിംസയാണ്. അത് എഴുതുമ്പം വല്ലാണ്ട് മുറിവേൽക്കും. ശരിക്കും നിരമിത്രൻ്റെ ഒപ്പം അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു പോയത് ഞാനാണെന്ന് പറയാവുന്ന രീതിയിൽ വല്ലാതെ മാനസികമായിട്ട് പരിക്ക് പറ്റിച്ചിട്ടുള്ള സാധനമാണ്. അതൊരു പുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പോലും എഴുതാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ക്രൂരത മാത്രമാണ്, അതിനകത്ത് പറയൊന്നുമില്ല. അത് ബുദ്ധിമുട്ടായിരുന്നു, അതിൻ്റെ പേരിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും അവരുടെ പേരിൻ്റെ കൽപ്പനാന്നോ അർപ്പനാന്നോ അങ്ങനെ എന്തോ ആണ്, ആ പിന്നെ നഴ്സ് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു നഴ്സ് സെർച്ച് ചെയ്താൽ കിട്ടും. അതായിരുന്നു അവരുടെ ആ കണ്ണുകളെ കുറിച്ചുള്ള ആ ഒരു മാരകമായ പരാമർശം വല്ലാണ്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ആ സാധനമാണ്
അത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു. അത്രയും ക്രൂരത മനസ്സിൽ വിചാരിച്ചാലേ അങ്ങനെ ഒരു രംഗം ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വായനക്കാരായിട്ടുള്ളവർക്ക് ടീച്ചറിനോട് എന്തെങ്കിലും സംസാരിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. അത്രേകാണ് വായിച്ചിട്ടുള്ളത്. ഇപ്പൊ തീരാൻ ഇനി 3 ചാപ്റ്ററോടുണ്ട്. ആ അത്രേകം വായിച്ച് നമ്മൾ വരുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഭാഷ എന്നെ സംബന്ധിച്ച് അത് ഒരു മാറ്റം എന്നുള്ളത് നല്ല രീതിയിലായിട്ടാണ് ഞാൻ കണ്ടത്. അതായത് നമ്മൾ പൗരാണിക കഥാപാത്രങ്ങളെ കാണുന്ന ഒരു വീരപരിവേഷമുണ്ട്. ആ വീരപരിവേഷത്തിന് ഇവരൊരു സാധാരണ മനുഷ്യരിലേക്ക് വരുമ്പോൾ ഇവരിൽ ഉണ്ടാകാവുന്ന എല്ലാ തലങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ സന്തോഷങ്ങൾ, ദൗർബല്യങ്ങൾ ഇതെല്ലാം ടീച്ചർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിറമിത്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഷിഫ്റ്റും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 40-42 ചാപ്റ്റർ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഈ ഷിഫ്റ്റ് ഓരോ കഥാപാത്രത്തിലും ഉണ്ടാവുന്ന വ്യത്യാസം, അതേപോലെ ഇളക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതേപോലെ ഹരിണിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രത്തിൻ്റെ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരു സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തി അതുകൂടി പ്ലോട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണോ ചെയ്തത്? അതങ്ങനെ കരുതിക്കൂട്ടി തന്നെയാണ്. കാരണം പൗരാണിക കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളതൊക്കെ തന്നെയാണ്. ഭിന്നശേഷിയുള്ളൊരു കുട്ടിയുടെ അമ്മ, അങ്ങനെ ഒരുപാട് കുട്ടികൾ, ഞാൻ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭിന്നശേഷിയുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അമ്മമാരാണ് പലപ്പോഴും വരിക. അതിൽ പലരുടെയും കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം പലപ്പോഴും സ്ത്രീകളുടെ, അവരുടെ അമ്മമാരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് ചെയ്യുക. ശരിക്കും അത്തരത്തിലൊരു കുട്ടി വരുന്ന സമയത്ത് ഇവർ വല്ലാതെ തളയ്ക്കപ്പെട്ടു പോവും. അവരുടെ ആനന്ദങ്ങൾ ഇല്ലാണ്ടാവും, അവരുടെ യാത്രകൾ ഇല്ലാണ്ടാവും. അപ്പോൾ എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് അങ്ങനെ തന്നെ എടുത്ത് നോവലിലേക്ക് വെക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സാമാന്യ മാനസിക നിലയല്ല, ലോകത്തിൻ്റെ ഏതു ഭംഗി മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ 100% സന്തോഷിക്കാൻ പറ്റാത്തൊരു മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടാവും. അത് മനസ്സിലാക്കുന്നതിന് നമ്മളൊരു വെറുതെ ഒരു മനുഷ്യജീവി ആയിരുന്നാൽ മതി, എഴുത്തുകാരിയൊന്നും ആവണമെന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പൗരാണിക കഥാപാത്രങ്ങളിലേക്ക് ഇത് ആരോപിക്കാൻ ശ്രമിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു എല്ലാ പുനരാഖ്യാനങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ആ ഇതിഹാസം നിന്ന് അടർത്തിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഉണ്ടാവില്ല. നമ്മൾ അകത്തുനിന്ന് ആലോചിച്ചിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടേതായിട്ടുള്ള, കാരണം അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യില്ല. എന്തുകൊണ്ടാണ് നിരമിത്രനെ ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തോൽക്കുന്ന മനുഷ്യനും കരയുന്ന മനുഷ്യനും തകർന്ന മനുഷ്യനും വിട്ടുകൊടുക്കുന്ന മനുഷ്യനും ഒക്കെയാണ്. അത് പൗരാണിക നായകന്മാരൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ കൊണ്ടുവന്നിട്ട് അർജുനന്റെ കഥ പറഞ്ഞാൽ ശരി സന്തോഷം, അപ്പൊ പിന്നെ കാണാം എന്ന് മാത്രം പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ വിടും. പക്ഷേ അതല്ലാതെ നമ്മൾ അനുഭവിച്ച അതേ സാധനം അനുഭവിക്കുന്ന, അതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരു പുരാണ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ പോകും. അത് ശരിയാ, ഇതെന്താവുന്ന കാണാമല്ലോ എന്നുള്ളതിൽ. അപ്പൊ അങ്ങനെ ആ അനുഭവങ്ങൾ കുറച്ചൊക്കെ നമ്മുടേത് എന്ന് സങ്കല്പിച്ചിട്ടുകൊണ്ട് തന്നെ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അത്ര ഈ ഒരു ആത്രേയത്തിന്റെ ഒരു പൗരാണിക നോവൽ എഴുത്ത് പാഠവമേ എനിക്കുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റു മനുഷ്യർ എഴുതുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റു അനുഭവങ്ങൾ ഉണ്ടാവാം. എന്തായാലും ഞാൻ പിന്നെ നമ്മുടെ നാടും നമ്പ്യാരെ കുറിച്ച് പറയില്ലേ, നമ്പ്യാരുടെ എല്ലാ കഥാപാത്രങ്ങളും മലയാളികൾ തന്നെയാണെന്ന്. ഭീമനാണെങ്കിലും ആരാണെങ്കിലും എല്ലാം മലയാളികളാണ്. അതേപോലെ മലയാളികളൊക്കെ തന്നെയാണ് ആത്രേയത്തിനകത്തുള്ളത്. ഒരുപക്ഷെ കേരളം തന്നെ വേഷം മാറി ആത്രേയം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിരിക്കാം, അറിഞ്ഞുകൂടാ. ദേശം എപ്പോഴും എഴുത്തിൽ അങ്ങനെയാണ് വരിക. ശൂരനാട് എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചാണ് കല്യാണിയിൽ എഴുതിയത്. ഊടുവഴികളുടെ തമ്പുരാട്ടിയാണ് ഈ നാട് എന്ന് ശൂരനാടിനെ കുറിച്ച് എഴുതി. പക്ഷെ ശരിക്കും അത് അന്നേരം ഞാനൊരു സുഹൃത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. നിറയെ ഊടുവഴികളിലൂടെ, അതായത് വണ്ടി പുറകോട്ടെടുക്കാൻ പറ്റില്ല, പുറകോട്ടെടുത്താൽ തീർന്നു, എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അന്നേരം കുടുങ്ങി. അപ്പൊ അങ്ങനത്തെ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാക്യം മനസ്സിലേക്ക് വരുന്നത്. അതായത് കണ്ണൂരിന്റെ ലാൻഡ്സ്കേപ്പ് പിന്നെ വെച്ചിട്ടാണ് ഊടുവഴികളുടെ തമ്പുരാട്ടിയാണ് ചൂരനാട് എന്ന് എഴുതുന്നത്. ചൂരനാട് എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ നിറയെ ഊടുവഴികളുണ്ട്. പക്ഷെ നോവലില് ദേശം ചിത്രീകരിക്കപ്പെടുമ്പോൾ എപ്പോഴും ഒറിജിനൽ ദേശം ആവണം എന്നില്ല. നമുക്ക് കണ്ടു പരിചയമുള്ള ഏതെങ്കിലും ദേശം ഒരു സാങ്കല്പിക ദേശമായി വരുന്നതായിരിക്കാം. ശൂരനാട് എന്ന് പേരിട്ട് വരുന്നത് പോലും ഒരുപക്ഷെ ശൂരനാട് ആയിരിക്കണം എന്നില്ല. ദേശത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്, ഇടത്തെക്കുറിച്ച് അല്ലേ. അതിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നതാണ്. സാങ്കല്പിക സ്ഥലം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പൊ അത് പേര് നിങ്ങൾ ഇപ്പൊ തിയ്യൂർ രേഖകൾ, തിയ്യൂർ എന്ന് പറയുന്ന ദേശം പരിധി പോയാൽ കിട്ടില്ല അത് അവസാനം. മയ്യഴിയുടെ തീരങ്ങളിലാണെങ്കിലും മയ്യഴി ദേശം അവിടെ ഉണ്ട്. പക്ഷെ നോവലിൽ അത് മറ്റൊരു തരത്തിലാണ് ആ ദേശം ചിത്രീകരിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട്
എഴുത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദേശാനുഭവം എന്ന് പറയുന്നത് വളരെ എന്താണ് നമ്മുടെ അതാവണം എന്നില്ല, റിയൽ ആവണം എന്നില്ല. ടീച്ചറെ നമസ്കാരം. നമ്മുടെ ഈ മഹാഭാരതം അല്ലെങ്കിൽ രാമായണത്തേക്ക് അധികരിച്ച് ഫിക്ഷൻ എഴുതുമ്പോൾ ഇപ്പോൾ ടീച്ചറിൻ്റെ ആത്രേയകം, എം ബി മിനിയുടെ ഇടുമ്പി, എൻ്റെ പുസ്തകം ടീച്ചറാണ് അവതാരിക എഴുതിയത് അഖേദ, വായനയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രധാന പ്രശ്നം ഇത് മഹാഭാരതത്തിലെ പോലെ അല്ല. ഇതിൽ അങ്ങനെ കഥാപാത്രങ്ങളില്ല. ഇതിൽ ഇപ്പൊ അഖേദയെ പറ്റി പറയുന്നതന്നെ ഇങ്ങനെ ഒരു ദമയന്തി മഹാഭാരതത്തിലില്ല. അല്ലെങ്കിൽ നിരമിത്രനെ പറ്റിയും ടീച്ചർ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ അധികരിച്ചെഴുതുന്ന നോവലുകളുടെ ഒരു വായന എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ടീച്ചർ എങ്ങനെയായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ ആ കഥാപാത്രം അതിനകത്ത് ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. കാരണം നിരമിത്രൻ നകുലന്റെയോ സഹദേവന്റെയോ ആരുടെ മകനായാലും കുഴപ്പമൊന്നുമില്ല. ആ പേരിൽ ഇപ്പൊ ഭീമൻ എന്നുള്ള പേരിൽ മഹാഭാരതത്തിൽ തന്നെ ആൾക്കാർ കൂടുതലില്ലേ? ദമയന്തിയുടെ അച്ഛന്റെ പേരും ഭീമൻ എന്നാണ്, മഹാഭാരതത്തിന്റെ പാണ്ഡവരിന്റെ രണ്ടാമന്റെ പേരും ഭീമൻ എന്നാണ്. അപ്പൊ പേരുകൾ ആവർത്തിക്കാലോ. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഷാജിയും എത്ര ഷിബുവും ഉണ്ട്, എത്ര പിന്നെ പ്രഭാകരന്റെ പുതിയ നോവലിലും മഹാനടൻ, അതിനകത്തും കഥാപാത്രത്തിന്റെ പേര് ഗഗൻ എന്നാണ്. അപ്പൊ അത് ആ പേര് തന്നെ അദ്ദേഹം വേറെ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള പേരാണ്. അപ്പൊ പേരുകൾ എന്ന് പറയുന്നത് ശരിക്കും വെറുതെ ഒരു സിംബോളിക് പ്രസന്റേഷൻ മാത്രമാണ്. ഒരാളിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ പേര്, അതിനൊരു അർത്ഥമുണ്ടെന്നുള്ള മാത്രം. പേര് നിരമിത്രൻ ശത്രുക്കളില്ലാത്തവൻ എന്ന് മാത്രമാണ് അർത്ഥം. അത് ആരുടെ പേരും എങ്ങനെ വേറെ എടുത്ത് ഉപയോഗിക്കാം, പുരാണത്തിൽ ഏത് കഥാപാത്രം. അതുകൊണ്ടാണ് എല്ലാ പുരാണങ്ങളും മറ്റേ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. മഹാഭാരത ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുകയോ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അത് ഡെവലപ്പ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ കിടക്കുകയാണ്. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഈടുറ്റ നിധികളിൽ ഒന്നാണ്. എത്ര വായിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും എങ്ങനെ വായിച്ചു കഴിഞ്ഞാലും തീരാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഒരുപാട് ആശയങ്ങളുള്ള, നമ്മുടെ ഏത് പൊളിറ്റിക്സിനും കണക്കായിട്ട് വ്യാഖ്യാനിക്കാവുന്ന, ഏത് കാലത്തും വ്യാഖ്യാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഉല്ലാസത്തോട് വിനതാതനയൻ ഉയർന്നു പറന്നാകാശി മറ്റൊരു പൊല്ലാമക്ഷിക തന്നാലാവത് പൊങ്ങുവതെന്നാരെ മുനിയുന്നോർ ആണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ആകാശത്തൂടി. 2-3 ചെറിയ ചെറിയ ജീവികൾക്കും ഇങ്ങനെയൊക്കെ പറക്കാം ഈ പൗരാണിക കഥാ ലോകത്തുകൂടി. അതൊരു വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് അതിനകത്ത് കുഴപ്പം വരുന്നത്. മഹാഭാരതത്തിന് തൊടാൻ പാടില്ല. എനിക്ക് വന്നൊരു മെയിൽ അതാണ്. MD അദ്ദേഹത്തിന്റെ അവസാന കാലത്താണ് 2-ാം ഊഴം എഴുതിയത്. നിങ്ങളുടെ അവസാന കാലമായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ലോകത്തൊരു മത്സ്യജീവി അങ്ങനെ വിചാരിക്കില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് ആലോചിച്ചോളണം. കാരണം ഇതൊന്നും ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല. ഇപ്പൊ പുരാണം വായിക്കുമ്പോഴും എന്ത് വായിക്കുമ്പോഴും മനുഷ്യ കഥാനുഗായി ആണെങ്കിൽ നിൽക്കും. പുരാണങ്ങൾ പോലും നിൽക്കുന്നത് അതുകൊണ്ടാണ്, മനുഷ്യരുടെ കഥ പറയുന്നത് കൊണ്ടും മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അതുണ്ടാവില്ല. നമ്മൾ വെറുതെ നടന്നു പോകുന്ന സമയത്ത് വചനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, വചനങ്ങളുടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഒന്നിങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സമാധാനം വരും. ആഹാ, നമ്മൾ ഒറ്റക്കല്ല ഈ ലോകത്ത് എന്നുള്ളത്. അങ്ങനെയൊക്കെ പുരാണങ്ങളും മതഗ്രന്ഥങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്. ഒരേ രാഷ്ട്രീയത്തിൽ പെട്ട ആൾക്കാർ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. അറബിക്കഥയിൽ ഇതേ ശ്രീനിവാസനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. അതെ, ചൈന എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിന് വരുന്നൊരു വിളക്കമുണ്ട്. ചൈന, നമ്മുടെ ചൈന എന്ന് പറഞ്ഞിട്ട്. അത് എന്തായാലും അത്തരത്തിലൊരു ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നോ യൂണിവേഴ്സൽ സിസ്റ്റർഹുഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മനുഷ്യരെ ഒന്നിച്ചു നിർത്തുന്ന ഒന്നാണ് ഈ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും. അതിന് മതപരമായിട്ടുള്ള വാല്യൂ ഒന്നും അല്ല, അതിന് മാനുഷികമായിട്ടുള്ള വാല്യൂ ആണുള്ളത്. അതിനെയാണ് നമ്മൾ കാണേണ്ടത്. ഈ സാഹിത്യം എന്ന് പറയുന്നത് സഹൃദയർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാണ് ആദ്യമായി അവസാനമായി എനിക്ക് പറയാനുള്ളത്. അത് സഹൃദയർക്കുള്ളതാണ് സാഹിത്യം. എഴുത്തുകാർക്കും അതെ, വായനക്കാർക്കും അതെ, വിമർശകർക്കും അതെ.